പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അവനെ സ്തുതിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ വേദ വചന ചിന്തയ്ക്കായി നമുക്ക് സങ്കീർത്തനങ്ങൾ 33 അധ്യായം 16-17 വാക്യങ്ങൾ വായിക്കാം. സൈന്യബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല, ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നതുമില്ല. ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു, തൻ്റെ ബലാധിക്യം കൊണ്ട് അത് വിടുവിക്കുന്നതുമില്ല. ദൈവം നമ്മളോട് വളരെ തെളിവായി സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിലേ, ദൈവത്തിൻ്റെ സഹായമുണ്ടെങ്കിലേ ഏതൊരു വ്യക്തിക്കും ജയാളിയായി തീരുവാൻ കഴിയത്തുള്ളൂ. ഇവിടെ കുതിരയെക്കുറിച്ചും രാജാവിനെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. നമുക്കറിയാം, ഒരു രാജാവ് എപ്പോഴും താൻ ശക്തിമാനാണെന്ന് തെളിയിക്കുന്നത് തൻ്റെ സൈന്യ നീക്കങ്ങളിൽ ഉണ്ടാകുന്ന വിജയത്തിൽ നിന്നുമാണ്. പക്ഷേ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലും ദൈവം ഇടപെട്ട ചരിത്രങ്ങളിലും നമുക്കറിയാം, ഒരു സൈന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളതല്ല പ്രധാനം, മറിച്ച് ദൈവം അവരോടുകൂടെ ഇരിക്കുന്നതിലാണ്. ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കാൻ കഴിയുന്നുണ്ട്, യഹോവയുടെ പെട്ടകം ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ ഉള്ളപ്പോൾ, അവർ ദൈവത്തെ ആർപ്പിട്ടപ്പോൾ, ആരാധിച്ചപ്പോൾ, ദൈവമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ്, ബന്ധം അവർക്കുണ്ടായപ്പോൾ, സൈന്യത്തിൻ്റെ എണ്ണം നോക്കാതെ, ആയുധശേഖരങ്ങളുടെ ശക്തി അളക്കാതെ ദൈവം തൻ്റെ ജനത്തിന് വിജയം കൊടുത്തു എന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അതേസമയം തന്നെ സൈന്യബഹുത്വം ഉള്ളപ്പോൾ, ആയുധങ്ങളുടെ ശക്തി ഉള്ളപ്പോഴും അവർ പരാജയപ്പെട്ടു പോയ അനുഭവങ്ങളുണ്ട്. ഞാൻ ഈ സമയത്ത് ഓർക്കുന്നതായ ഒരു കാര്യം, ഇസ്രായേൽ ജനത്തിന് യുദ്ധമുണ്ടായപ്പോൾ മോശ പർവ്വതത്തിൽ കയറി താൻ ദൈവത്തോട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഇസ്രായേൽ ജനം വിജയിക്കുന്നതായിട്ടും, എപ്പോൾ തൻ്റെ കരങ്ങൾ താഴുന്നുവോ ആ സമയത്ത് അമാലേക്യർ വിജയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് ഈ വചനത്തിൽ നിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, പലപ്പോഴും നമ്മൾ നമ്മുടെ റിസോഴ്സസുകളിൽ കൂടുതൽ ആശ്രയിക്കാറുണ്ട്. നമ്മുടെ പണം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ വസ്തു, നമ്മുടെ മക്കൾ, ഇവയിലൊക്കെ നമ്മൾ കൂടുതൽ ആശ്രയിച്ച് നമ്മൾ സുരക്ഷിതരാണ്, ഭാവി വളരെ സമ്പന്നമായിരിക്കും, അനുഗ്രഹമായിരിക്കും എന്നൊക്കെ നാം വിചാരിക്കുമ്പോൾ മറക്കരുത്, ദൈവത്തിൻ്റെ വചനം പറയുന്നു, സൈന്യബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല, ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നതുമില്ല, ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു. കുതിരയെക്കൊണ്ടാണ് പുരാതന കാലങ്ങളിൽ ആളുകൾ യുദ്ധത്തിന് പോയിരുന്നത്. പക്ഷേ അപ്പോഴും ദൈവം തെളിയിച്ചൊരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹമില്ലെങ്കിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ ഏവരും പരാജയപ്പെട്ടു പോകും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണ് ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കുക എന്ന് പറയുന്നത്. നെഹമ്യാവിനോട് ചോദിച്ചാൽ നെഹമ്യാവ് പറയും, എൻ്റെ ദൈവത്തിൻ്റെ കരം എനിക്ക് അനുകൂലമായതുകൊണ്ടാണ് എനിക്ക് യെരൂശലേമിൻ്റെ മതിലുകളെ പണിയുവാൻ കഴിഞ്ഞത്. എതിർപ്പുകൾ ശക്തമായിരുന്നു, എതിർപ്പുകൾ ധാരാളമുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ നടുവിലും ബലത്തോടെ ആ മതിൽ പണിയുവാൻ നെഹമ്യാവിന് കഴിഞ്ഞത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെയായിരുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നിങ്ങളെ വ്യത്യസ്തരാക്കുന്നത്. അതെ, ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി ഈ ദിവസങ്ങൾ നിങ്ങൾ കാത്തിരുന്നാട്ടെ. നിങ്ങളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ഹൃദയത്തിൽ, ജീവിതത്തിൽ വരുവാൻ തടസ്സമായിരിക്കുന്ന സകല കുറവുകളും പാപങ്ങളും ഏറ്റുപറഞ്ഞ് ദൈവത്തോട് അടുത്ത് എന്ന, ദൈവത്തോട് സമാധാനം പ്രാപിച്ച്, സ്വസ്ഥത പ്രാപിച്ച്, അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിപ്പാൻ ദൈവം നിങ്ങളേവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മെസ്സേജ് ഞാനോട് ചുരുക്കുന്നു. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന ഈ നല്ല സന്ദേശത്തിനായി സ്തോത്രം. ഈ സന്ദേശത്താൽ അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ വലിയൊരു അളവ് അങ്ങയുടെ മക്കൾക്ക് കൊടുത്ത് മാനിക്കണം, സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.